സ്ട്രേഞ്ചർ തിങ്സ് കാണുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ. ഇത് സ്പോയിലർ ആണെന്നോ? സ്പോയിലർ ആവും വേണ്ട. ആ ഓക്കെ ഓക്കെ ഓക്കെ. എടാ നീ ഇത് കാണുന്നവനായിട്ടാണോ സ്പോയിലർ കൊണ്ടിട്ട് ഇവിടെ? സ്പോയിലർ ആവും. സ്കിപ്പ്. ഓക്കെ 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 സ്കിപ്പ് ചെയ്തേ. Gods be damned. I will not see it ended on the account of this. Say it. ഇത് സ്പോയിലർ വല്ലതും ആണോ എന്തിന്റെയും? Her children. Bastards! ഇത് ഗെയിം ഓഫ് ത്രോൺസ് അല്ലേ ഇത്? She is. ഇത് ഗെയിം ഓഫ് ത്രോൺസ് ആണോ ഇത്? ഹൗസ് ഓഫ് ഡ്രാഗൺസ്. ഹൗസ് ഓഫ് ഡ്രാഗൺ. ഇത് ഗെയിം ഓഫ് ത്രോൺസ് ആണോ? അത് എനിക്ക് അറിഞ്ഞൂടാ. ഹൗസ് ഓഫ് ഡ്രാഗൺസ് ആണോ? ഹൗസ് ഓഫ് ഡ്രാഗൺസ്. ഓക്കെ 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 ഓക്കെ. എനിക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ട് പിന്നെ അത് ഞാൻ റിയാക്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അൽനസറിന് വേണ്ടിയുള്ള റൊണാൾഡോയുടെ ഗോൾ അത് കാണണം നല്ല സാധനം. ഒന്നുകൂടെ കണ്ടു നല്ല കൂടാ. എടാ ഞാൻ ഇത് കണ്ടതാ. ഞാൻ ഇത് ലൈവിൽ കണ്ടിട്ട് അതിർത്തി തർക്കവും വീട് കയറി വെട്ടലും അതൊക്കെയാണ് സംഭവിച്ചത്. ബാക്കി ഇല്ല ഇത് വേറെ ഗോളാ. ലോകമൊന്നാകെ ആ വീഡിയോ വൈറലായി. പ്രായം വെറുമൊരു നമ്പറെന്ന് ആരാധകരെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ച ഗോൾ പിറന്നത് അൽ ഖലീജിനെതിരായ മത്സരത്തിലായിരുന്നു. എന്റെ ഉള്ളിൽ ഞാൻ തന്നെ ചങ്ങലക്കിട്ട് കിടത്തിയ മറ്റൊരു ജഗന്നാഥ്, മുറിവേറ്റ മൃഗം. അതിനെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അവരവരുടെ കുഴികുത്തലായി തീരും. എടാ ഇതാടാ ഞാൻ കണ്ടത്. അപ്പൊ നീ എന്റെ ലൈവിൽ ഇല്ലായിരുന്നു? അല്ലല്ല ഇത് വേറെ. അത് വേറെ. അത് ഓൾഡ് കളിയാ. അയ്യോ എടാ ഇത് കഴിഞ്ഞ ദിവസം അടിച്ചതല്ലേ? ഇത് ഒരു 3-4 ദിവസം മുമ്പ് ആണ്. പക്ഷെ ഈ ജേഴ്സിയിലാണ് അടിച്ചത്. മറന്നുപോയാ? റിയൽ മാഡ്രിഡ് ജേഴ്സിയിലാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോ കഴിഞ്ഞ ദിവസം റീലിലൊക്കെ ഹിറ്റായ ഗോളല്ലേ ഇത്? അതിനെപ്പറ്റി നമ്മളിവിടെ പറഞ്ഞിട്ട് അതിർത്തി തർക്കമായി, രണ്ടുപേരും തമ്മിൽ പിണങ്ങിപ്പോയി, 10 പേര് ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് അടിച്ച് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. എടാ നമ്മളിത് ലൈവിൽ പറഞ്ഞായിരുന്നെന്ന്. അത് റിയൽ മാഡ്രിഡിന്റെ കളിയിലായിരുന്നു. അത് പഴയതാ. ഇത് ഇപ്പൊ 3 ഇത് അല്ല സർ, ഇതെല്ലാം ഒരേതായതുകൊണ്ട് മനസ്സിലാത്തോണ്ടാ. എന്താ അല്ലേ? സ്കൈഡാക്സ് പറയട്ടെ, പുള്ളിക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട്? 40 വയസ്സിൽ നീ എങ്ങനെയായിരിക്കും നീ ആലോചിക്കണ്ട. ഞാൻ ഭയങ്കര ഫിസിക് ഉണ്ടാവും. എനിക്ക് ഭയങ്കര നിന്നെ അതിനു മുമ്പ് തല്ലിക്കൊല്ലും ആൾക്കാര്. നീ 40 വയസ്സിനെ പറ്റി ഒരിക്കലും ചിന്തിക്കരുത്. ഏറിയ ഒരു 30-35 ഒക്കെ നിന്നെ ആരെല്ലാം അടിച്ചു കൊല്ലും. അപ്പൊ ഒരിക്കലും നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിനക്ക് 40 വയസ്സിൽ ഞാൻ എങ്ങനെ ഇരിക്കും, അങ്ങനെ ആവശ്യം മനസ്സിലായല്ലോ. പുള്ളിയൊക്കെ എന്ത് ചെയ്തിട്ടായിരിക്കും 40 വയസ്സിലേക്ക് ഇങ്ങനെ ഇരിക്കണേ? ജസ്റ്റ് പ്രൈവറ്റ് ബസ് തിങ്സ്. കണ്ണൂര് അത് ശരിയല്ലേ? ഇപ്പോഴത്തെ പ്രൈവറ്റ് ബസ്സിലൊക്കെ ഉണ്ടോടാ? പണ്ടത്തെ എല്ലാ പ്രൈവറ്റ് ബസ്സിലും ഉണ്ടാവും. എല്ലാ മതത്തിന്റെ ഓരോ ആൾക്കാരെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് യേശു, ഗണപതി, ഈ പള്ളിയിലെ ഇതിനെന്താ പറയാ? മോസ്ക്. അറിയാത്ത കാര്യം പറയല്ലേ. അയ്യോ ഇതിനെങ്ങനെ? ഇതിപ്പോ എടാ ഹിന്ദുക്കൾക്ക് കുറെ ദൈവങ്ങളുണ്ടല്ലോ. അപ്പൊ ഓരോരുത്തർക്കും ഓരോ പേരാണ്. അല്ല അങ്ങനല്ല, അല്ലാതെ എനിക്കറിയാം. ഞാൻ അങ്ങനല്ല. മക്ക. അതാണോ ഇത്? ഓക്കെ 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 ഓക്കെ. അത് എനിക്ക് അറിഞ്ഞൂടാ, അതാ ചോദിക്കുന്നേ. അന്നേരം മോസ്ക് എന്നാ പള്ളി പിന്നെ എനിക്ക് അറിഞ്ഞൂടെ? ഇതിന്റെ കൂടെ ആ സൈഡ് സീറ്റും കൂടെ കിട്ടണം. എന്റെ തെങ്കാശി തമിഴ് പൈങ്കിളി അയ്യോ ചൊല്ലുന്ന മലർത്തേൻകിളി. സത്യല്ലേ? പക്ഷെ ഒരു പർട്ടിക്കുലർ സമയം കഴിഞ്ഞപ്പോഴത്തേക്കിന്, അതായത് ഞാൻ കറക്റ്റ് പറയാം എപ്പോഴാന്ന്, ജിയോടെ നെറ്റ് ഫ്രീ ആയിട്ട് കിട്ടിയപ്പോ തൊട്ട് എല്ലാരും ഹെഡ്സെറ്റും ഫോണിലും സ്വന്തം പാട്ട് കേൾക്കുന്ന പരിപാടിയായി. അതുവരെ നമ്മള് വണ്ടിക്കകത്ത പാട്ടായിരുന്നു കേൾക്കുന്നത്. ഫ്രീ ആയിട്ട് നെറ്റ് കിട്ടി തുടങ്ങിയപ്പോ തൊട്ട് ഇതായി. മനസ്സിലായ?
എങ്ങനുണ്ട് കൂടെ പാടി നോക്കണം. എടാ കൂടെ പാടിയ ടൈമിംഗ് ശരിയാവൂലടാ, അതാ പ്രശ്നം. നിങ്ങൾക്ക് കേൾക്കുന്നതിൽ ഒരു ഡിലേ ഉണ്ടാവും. കൊള്ളാടാ ഗൈസ്. ഈ ഇൻസ്ട്രുമെന്റിന് എന്തുവായിരുന്നു പറയുന്നത്? അയ്യോ എടാ ഇതിനൊരു പേര് പറയും. എന്ത് മെലോഡിക്ക് അല്ലല്ലോ, എന്ത് ഇതിന് എന്തോ ഒരു പേര് പറയും. അറിഞ്ഞൂടാ. മെലോഡിക്കാണോ? മെലോഡിക്കാണെന്ന് തോന്നുന്നു. മെലോഡിക്കാണോ? പീപ്പിയാ? സൂപ്പർ. VP ന്നൊക്കെ. അടിച്ചതിന്റെ കാരണം ഞാൻ പൊളിക്കും. പീപ്പിയാ ഇതാ? എടാ ഇതൊരു കീബോർഡ് പീപ്പി. ഇവര് തമാരി. ഇത് മെലോഡിക്ക് എങ്ങനെന്തോടെ പറയണ ഇതിന്? അതന്നെ ആ. എല്ലാരും പറയണം. കൊള്ളടാ. നൈസ് നൈസ് നൈസ്. കൊള്ളാം പറഞ്ഞതല്ലല്ലോ. അണ്ണാ. ഒരു 21-കാരന്റെ ഈഗോ അണ്ണാ ഫുൾ കാണണേ. ഓ വണ്ടിയോ അവൻ പഠിക്കുമല്ലയോ? പഠിക്ക് പഠിക്കുമല്ല വണ്ടി ഓടിക്കും അതിനുള്ള പ്രായമൊന്നും സൗദിയിലൊക്കെ ഓടിക്കുന്നേ മുന്നേ ഇങ്ങ് വന്നേ വണ്ടി ഓടിക്കുക. ഓ അങ്ങനെ തരത്തില്ല മോനെ. അങ്ങനെ തരാനുള്ള സാധനമൊന്നുമില്ല. കളിക്കാനുള്ള സാധനം കളിപ്പാട്ടമല്ലല്ലോ ഇത്. ബസ്സല്ലയോ, തരാൻ ബുദ്ധിമുട്ടുണ്ട്. എന്റെ പൊന്നോ. ഇരുട്ടൊക്കെയാ. പോ വീട്ടിൽ പോയിക്കോ. ഇടങ്ങോ ഒന്നും വേണ്ട. റിയൽ ലൈഫിൽ അവൻ പോയി ഷേസ് എടുത്ത് വണ്ടി പണിതാ. ഞാൻ ദാ വരുന്നു ബസ് ഓടിക്കുന്ന പുള്ളി ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് മോനെ മോൻ പഠിക്കില്ലോ വിട്ടോളാൻ. റിയൽ സ്റ്റോറിയാണ്. എടാ മുന്നേ അത് നിന്റെ വണ്ടി നീ കൊടുക്കുവായിരുന്നു. എടാ നിനക്ക് അത്ര വശമാണ് നീ ഒരു വണ്ടി എടുത്ത ഓടിക്ക്. എടാ നീയൊക്കെ ഒന്ന് നിർത്ത്. എനിക്ക് വണ്ടി ഓടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഓടിക്കും. അത് ഇനി നീമാര് പറഞ്ഞ പോലെ വണ്ടി എടുത്തിട്ടാ നീ അങ്ങനെ. അപ്പൊ അങ്ങനെ തരത്തില്ല മോനെ. അങ്ങനെ തരാനുള്ള സാധനമൊന്നുമില്ല. കളിക്കാനുള്ള കളിപ്പാട്ടമല്ലല്ലോ. ക്ഷമിക്കാനും പറ്റുന്നില്ല. എത്ര പഠിക്കാന്ന് പറഞ്ഞ 3-ല 4-ല മറക്കാനും പറ്റുന്നില്ല. വണ്ടി കാറല്ലേ ബസ് ബസ് എന്റെ അമ്മോ. എടാ ഈ പുള്ളിയുടെ ബസ്സാണോ മറ്റേ ഞാൻ അന്ന് പറഞ്ഞ ഖലീഫ. ഓൾ ഇന്ത്യ പെർമിറ്റ് മറ്റേ സൗണ്ട് ഒക്കെ ഇട്ട് വന്നേ? അതെ, അതെ. ആ ഈ പുള്ളിയുടെ വണ്ടിയാണോ അത്? അതെ. ഒയ്യോ. മോനെ ഇരുട്ടായി. ഞാൻ വീട്ടിൽ പോട്ടെ. കൊള്ളാല്ലേ. 21 വയസ്സല്ലേ? 21 വയസ്സാ? ഒരു 21-കാരന്റെ ഈഗോ. മന്ദാരത്തിന് എത്ര വയസ്സാ മന്ദാരം? ഇതുപോലൊരു വണ്ടിക്ക് എത്ര രൂപ വില വരുവാടാ? 46 ലക്ഷം രൂപ. മന്ദാരം പോയി. പണി ഇറക്കുമ്പോഴത്തേക്ക് 10-70 ലക്ഷം രൂപയാവും. 20 ലക്ഷം രൂപയ്ക്ക് ഈ വണ്ടി ഇങ്ങനെ പണിത് തരുമെന്നാണ് നീ പറയണേ? 20 ലക്ഷം രൂപയ്ക്ക് അവിടെ ചെന്നിരുന്ന പണിത് തരും. നോക്കിയിരുന്നോ നീ? വേറെ പണി തരുന്നു എനിക്ക്. 46. എത്ര രൂപ വരുമായിരിക്കും? എല്ലാം കൂടി ഒരു 80 ലക്ഷം രൂപയാവും. എന്റെ TVA ഹോളിഡേസ്. 28-കാരന് ഈഗോ ഇല്ല. 28-കാരന്റെ ഈഗോ ചത്തുപോയി. ഒരു BMW ഇവിടെ കിടക്കണ ചോറവേരി പണിതോണ്ടിരിക്കുന്ന വണ്ടി. ഇനി ബില്ല് വരുമ്പോ അറിയാം മനുഷ്യൻ എത്രയാവുന്നത്. ബ്രോ എന്തായാലും കൊള്ളാം. ഉള്ളിലെ ഫയർ ഉണ്ടായിരുന്നല്ലോ ബ്രോ. കൺഗ്രാറ്റുലേഷൻസ്. 2 വണ്ടി ആയല്ലോ.
ഇടയ്ക്ക് നമുക്കൊരു ട്രിപ്പൊക്കെ വിളിക്കാം. ഫ്രീ ആയിട്ട് തരണേ. എല്ലാവർക്കും മുട്ട തരാം. തുറന്ന് വെക്ക്. ഓ, ഒരു ജുമയ്ക്കുള്ള ആളുണ്ട്, 4 മുട്ടയുണ്ട്, കേറ്റിക്കളയും. ഇത് ഏത് പടമാടാ ഇത്? മുട്ട തരില്ല. ദാ പെണ്ണുങ്ങൾ വെച്ചോളി. ദാ പിടിക്ക്. ആണുങ്ങൾക്കുള്ള മുട്ട നമ്മൾ ഓതിക്കൊണ്ടിരിക്കണേ, പിന്നെ തരാം. ഇതാരാ? This is Chandana, the girl I'm going to get married. പടച്ചോനെ എല്ലാണേലും കുഞ്ഞുങ്ങളാ. പടച്ചോനെ വീടിനകത്തൂടെ നാഷണൽ ഹൈവേ. പട്ടതിരിയുടെ മോന ഏത് കൊതുക് തിരിന്റെ മകനായാലും ഞമ്മക്ക് വിഷയമല്ല. എടോ അച്ഛൻ ആനപ്പുറത്ത് കയറിയെന്ന് വെച്ച് മകന്റെ കുണ്ടിക്ക് തയമ്പോരോ? ഇത് ഏത് ഞാൻ ഈ പടം പോലും കണ്ടിട്ടില്ല കേട്ടോ. 6 ബസ് ഉണ്ടെന്നാന്നോ? ഏതോ വീഡിയോ മിസ്സായി. മുച്ചിരി പറഞ്ഞോണ്ടിരിക്കും എല്ലാവരും. ആണ് നോക്കിയാണ്. 6 ബസ്സോ? ഇല്ല പോടാ അവിടെ നിന്ന്. മുച്ചിരി എന്ന് പറഞ്ഞോണ്ട് ഈ ചാനൽ മൊത്തം. എന്റെ അമ്മു. സ്പോയിലർ. ആ ഗെയിം ഇതുവരെ എന്താണെന്നൊന്ന് അറിയണമല്ലോ. സ്വന്തം ഫോട്ടോ ഒക്കെ വെച്ച് ക്യാരക്ടർ ഇത് നമ്മൾ കണ്ടതാടാ. സ്പോയിലർ. ആർട്ടിസ്റ്റ് അഭിനവ്. കൊള്ളാം.